നിങ്ങളുടെ വാട്സപ്പ് ഇതേപോലെ ദിസ് അക്കൗണ്ട് ക്യാൻ ഓൺ ലോങ്ങർ യൂസ് വാട്സപ്പ് ബിസിനസ് ഇതേപോലെ നിങ്ങളുടെ വാട്സപ്പും പോലെ ബാൻ ആയിട്ടുണ്ടോ എങ്കിൽ ഇത് നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം? എൻ്റെ യൂട്യൂബ് നമ്പറായ 7594996276 എന്ന വാട്സപ്പ് ഇതേപോലെ ബാനായി. ഇത് നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ അമർത്തി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾക്ക് ഇൻഫോ എന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ആവും. ഓപ്പൺ ആയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റോറേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. സ്റ്റോറേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്ലിയർ ഡാറ്റ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ വാട്സപ്പിലെ ഫോട്ടോസും വീഡിയോസും നിങ്ങൾ ചാറ്റ് ചെയ്തൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടുമ്പോൾ അതൊന്നും ലഭിക്കില്ല. അതിനുശേഷം നിങ്ങളുടെ ക്ലിയർ ഡാറ്റ എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ഡാറ്റ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിയർ രണ്ട് ഓപ്ഷൻ ഉണ്ട്. മാനേജ് സ്പേസ് എന്ന് കാണാം, ക്ലിയർ ക്യാഷ് കാണാം. ഇതിൽ നിങ്ങൾ ശേഷം നിങ്ങളുടെ ക്ലിയർ ക്യാഷോ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ ക്ലിയർ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള വാട്സപ്പിൽ വരുന്ന വൈറസും അതുപോലുള്ള ഡാറ്റകളൊക്കെ ഡിലീറ്റ് ആവും. നിങ്ങൾ ഡാറ്റകൾ ഒരിക്കലും ഡാറ്റ ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കാണാം വാട്സപ്പ് ബിസിനസ് ടേം ആൻഡ് സർവീസ് എന്ന് കാണാം. ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം വാട്സപ്പ് ബിസിനസ് ടേം ആൻഡ് സർവീസ് എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് വരുന്നതായിട്ട് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഹോം, ഫീച്ചർ, സ്വകാര്യത, സഹായ കേന്ദ്രം. ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് എന്നുണ്ടാകും. ഇപ്പോൾ ഞാൻ മലയാളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ മലയാളത്തിൽ കാണുന്നത്. ഈ ഹെൽപ്പ് എന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഹെൽപ്പ് എന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ മലയാളത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ലൈൻസ് കാണാം. ഈ ലൈൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം അക്കൗണ്ടുകളും അക്കൗണ്ട് നിരോധനങ്ങളും, അക്കൗണ്ട് ആൻഡ് അക്കൗണ്ട് എന്ന് കാണാം ഇംഗ്ലീഷിൽ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ആൻഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം അക്കൗണ്ടുകൾ എന്ന് കാണാം, അക്കൗണ്ട് ആൻഡ് നിരോധനങ്ങൾ എന്ന് കാണാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യും. ഞാൻ ഇവിടെ അക്കൗണ്ട് നിരോധനങ്ങൾ രണ്ടാമത്തെ, ഇതിൽ അക്കൗണ്ടുകളിൽ നിന്ന് എടുക്കാം അല്ലെങ്കിൽ അക്കൗണ്ട് നിരോധനങ്ങൾ ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം എബൌട്ട് ആൻഡ് ടെമ്പററി ബാൻ അക്കൗണ്ട് എന്ന് കാണാം. എബൌട്ട് ആൻഡ് ടെമ്പററി ബാൻ അക്കൗണ്ട് എന്ന് കാണാം. എബൌട്ട് ആൻഡ് റിമൂവ് ഓഫ് അക്കൗണ്ട് ബാൻ എന്ന് കാണാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. എബൌട്ട് ടെമ്പററി ബാൻ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ഓപ്പൺ ആവും. ഓപ്പൺ ആയതിനു ശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. ഇതുകൊണ്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് നോ എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ ഈ പരിഹാരം പ്രാവർത്തികമല്ല, ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യണം. എന്താണ് ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്യുക. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് നമ്പറാണ് ബാൻ ആയത് ആ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ 7594996276 ആ നമ്പർ ടൈപ്പ് ചെയ്യൂ. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി ഏത് ഡിവൈസാണ്, ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൈ ഡിവൈസിൽ ആൻഡ്രോയിഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ ഒരു ഓപ്ഷൻ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് രണ്ടാമതായിട്ട് ഓപ്പൺ ചെയ്യുക. ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് കാണാം. എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ 3 ഡോട്ട്സ് കാണാം. ഈ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹെൽപ്പ് എന്ന് കാണാം. ഈ ഹെൽപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഹെൽപ്പ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൺട്രി കാണാം. കൺട്രി നിങ്ങൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാൻ ആയ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. 7594996276 ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ കാണാം ഡിസ്ക്രൈബ് ഇൻ പ്രോബ്ലം കാണാം. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിനുശേഷം കോപ്പി ചെയ്ത് നിങ്ങൾ ഇവിടെയും കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിതിൽ ഏത് നമ്പറാണ് നിങ്ങളെ ബാൻ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 94996276. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഏത് ഡിവൈസാണോ ആ ഡിവൈസ്, ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ആൻഡ്രോയിഡ് നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ഐക്കൺ കാണാം. ഇതിൽ നിങ്ങൾക്ക് ബാനായ ആ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കണം. ആ സ്ക്രീൻഷോട്ട് ഇതിൽ നിങ്ങൾ ഇതേപോലെ സ്ക്രീൻഷോട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് ഇതേപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും താഴെയായിട്ട് ഇവിടെ ഒരു വൈറ്റിൽ സെൻഡ് മെയിൽ ടു
വാട്സപ്പ് സപ്പോർട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്യുക. മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണാം. അതിനുശേഷം ഈ ഏറോ ബട്ടൺ ഇവിടെ നിങ്ങൾക്ക് ഏറോ ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തതും ടോട്ടലായിട്ടാണ് ഇവിടെ കാണുന്നത്. മെയിൽ ഐ ഡി തന്നെ നിങ്ങൾ ഇതേപോലെ ഏറോ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ആവുന്നതായിട്ട് കാണാം. അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾ വാട്സപ്പ് ബിസിനസ് ഹെൽപ്പ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. വാട്സപ്പ് ബിസിനസ് ഹെൽപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് ഹെൽപ്പ് സെൻറ്റർ കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ഹെൽപ്പ് സെൻറ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ പേജ് വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക. മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, ഞങ്ങളെ ബന്ധപ്പെടുക. ഈ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ കാണാം വാട്സപ്പിനെ കോൺടാക്റ്റ് ചെയ്യുക. ഇതേ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നതായിട്ട് കാണാം. സപ്പോർട്ട് അല്ലെങ്കിൽ വാട്സപ്പ് പിന്തുണ എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഓപ്പൺ ആവും. ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾക്ക് കൺട്രി കോഡ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഇന്ത്യ കൺട്രി കോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാനായ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. 7594996276 നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ആ മെയിൽ ഐ ഡി നിങ്ങൾ കൊടുത്ത മെയിൽ ഐ ഡി നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ആ മെയിൽ ഐ ഡി കൊടുക്കുക. അതിനുശേഷം ആൻഡ്രോയിഡ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടെലഗ്രാമിൽ നിന്ന് കോപ്പി ചെയ്ത അതേ മെസ്സേജ് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്തിട്ട് അതേപോലെ ഇതിവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ നമ്പർ ബാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതേ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം മൈ ഡിവൈസ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്ത ഘട്ടം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് പേജ് ഇതേ രീതിയിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഇവിടെ യുവർ ക്വസ്റ്റ്യൻ എന്നാണ്, അത് ചോദ്യം അയക്കുക. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടിക്ക് മാർക്കാണ് വരേണ്ടത്. ഞാൻ ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും ടിക്ക് മാർക്ക് വരും. അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾക്ക് ബാനായത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പനൂർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.